ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മുടെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റി നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. കാരണം ഹാരപ്പൻ സിവിലൈസേഷൻ പറയാതെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങാൻ പറ്റത്തില്ല. നമുക്കറിയാലോ, നമ്മുടെ ഹാരപ്പൻസ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മുടെ ഹിസ്റ്ററി തന്നെ ബേസിക്കലി എന്താണ്, വി ആർ ഹാരപ്പൻസ്. അത് സിന്ധു നദീതട സംസ്കാരം അല്ലെ, ഭാരത സംസ്കാരം എന്തെന്ന പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നു. കാരണം സിന്ധു നദീ തീരത്ത് ആണ് നമ്മുടെ സംസ്കാരം ഉടലെടുത്തത്. പണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട് നദീതീരങ്ങളിലായിരുന്നു നമ്മളുടെ പൂർവികർ ജീവിതം ആരംഭിച്ചെന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററിയിൽ ഹാരപ്പൻസ് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് വലിയൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇതിൽ നമുക്ക് കണ്ടന്റ് എന്തൊക്കെ കണ്ടന്റ് നമുക്ക് കവർ ചെയ്ത് പോകാനുള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് എനദർ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിന് മലയാളം എന്താ? സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് അല്ലേ. ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ? ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? അതായത് അലക്സാണ്ടർ കണ്ണിഹാം, ചാൾസ് മാർഷൽ, പിന്നെ ആരായിരുന്നു നമ്മുടെ ആർക്കിയോളജി സയൻറ്റിസ്റ്റുകൾ കുറേ പ്രൂഫ് കണ്ടെത്തിയിട്ടാണ് ഇന്ത്യൻ കണ്ടുപിടിച്ചത്. വേദാസ് പീരീഡും വേദിക് പീരീഡിനെ പറ്റിയും ഹർഷചരിതം, വാൽമീകി, രാമായണം, സംഘം ലിറ്ററേച്ചർ, ബുദ്ധ, ജൈന, അങ്ങനെ എല്ലാ ഒരുവിധം കണ്ടന്റൊക്കെ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ അതിൻ്റെ തന്നെ ഒരു ഫോളോ അപ്പ്, അതായത് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഇത് മാത്രം എന്ത് ചെയ്യും, എസ്സേക്ക് ചോദിക്കുമ്പോൾ അതിനുള്ള ഇതാണ് മിസ് ഇവിടെ എഴുതിയത്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ടൗൺ പ്ലാനിങ് എന്ത് ചെയ്യും, ഒരു 8 മാർക്കിന് വരും. സോഷ്യൽ ആൻഡ് ജോഗ്രഫിക് ലൈഫ് 8 മാർക്കിന് വരും. ദെൻ അവരുടെ ബിലീഫ്, ഇതെല്ലാം കൂടി എന്താണ്, 12 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, +2 എസ്സേ ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്ന വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതിൽ അവരുടെ ബിലീഫ്സും അവരുടെ സ്ക്രിപ്റ്റും അതെങ്ങനെയാണ് ഡിക്ലൈൻ ചെയ്ത് തകർന്നു പോയത്, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന സിന്ധു നദീതട സംസ്കാരം എങ്ങനെയാണ് തകർന്നു പോയത്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, എസ്സേ കവർ ചെയ്യണം. ഓക്കെ, മിസ് ജസ്റ്റ് വായിച്ചു തരാം, അതിനൊരു ഇൻട്രൊഡക്ഷൻ വായിച്ചു തരാം. Harappan civilization was discovered in 1920 to 22 when two of its most important sites were excavated. ഗവേഷണം നടത്തി, അതിൻ്റെ സൈറ്റിലെ ഗവേഷണം നടത്തിയിട്ടാണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ഒരു സംസ്കാരം കണ്ടുപിടിച്ചത്. There were Harappa on the bank of river Ravi and Mohenjo-daro on the banks of Indus. The first was excavated via Sahini and the second R.D. Banerjee. ഈ നമ്മൾ ആർക്കിയോളജിസ്റ്റിന്റെ പേര് മറന്നു പോകരുത്, സഹിനി ആൻഡ് ബാനർജി. ബട്ട് ദ ബേസിസ് ഓഫ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഹാസ് ബീൻ ഡേറ്റഡ് ഓൺ 2600 BC. ഓക്കെ, 2600 BC ആണ് നമ്മുടെ വർഷത്തിൻ്റെ ആ ഒരു വയസ്സ് പറയുന്നത് അല്ല. ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഓഫ് ദ വേൾഡ്. ഇറ്റ് ഓൾസോ സംടൈം റെഫർ ടു ദ ഇൻഡസ് വാലി. നമ്മൾ ഏറ്റവും പഴക്കം ചെന്നൊരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം. Harappa, because Harappa is the first site which brought the light of presence of this civilization. ഈ സിവിലൈസേഷൻ്റെ പ്രൂഫ് ഹാരപ്പ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സിവിലൈസേഷൻ്റെ പേര് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. The archaeological findings indicate the civilization was spread much beyond the Indus Valley. അത് സ്പ്രെഡ് ചെയ്തത് എവിടെ മാത്രമാണ്? ഇൻഡസ് വാലിയിൽ മാത്രമാണ് എന്ത് സ്പ്രെഡ് ചെയ്തത്? ആ ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്തത്. Then the ancient civilization, the world such as those Mesopotamia and Egypt. നമുക്കറിയാലോ, ഈജിപ്ഷ്യൻ ഇതേപോലെ തന്നെ ഓൾഡ്, ജസ്റ്റ് ഇവിടെ പരാമർശിച്ചതേ ഉള്ളൂ, നമ്മളെപ്പോലെ പഴക്കം ചെന്ന് അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആൻഡ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ബിറ്റ്വീൻ ഏത് നദിയുടെ ഇരുകരകളിലുമായിരുന്നു? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് ഓക്കെ എന്നീ നദികൾക്കിടയിലെ സംസ്കാരമായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം അല്ലേ. അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം ഏത് നദിയുടെ കീഴിലായിരുന്നു? നമ്മുടെ നൈൽ നദിയുടെ അരികിലിരുന്ന. അപ്പോൾ ഏത് സംസ്കാരം എങ്ങനെയൊക്കെ ആർക്കിയോളജിക്കൽ സ്റ്റഡി നടത്തിയാലും അവർ മനസ്സിലാക്കുന്നത് എന്താണ്, നമ്മുടെ ഈ സഹിനി, ബാനർജി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഹാരപ്പയിലെത്തി സിന്ധു നദീൻ്റെ തീരത്ത് നിന്നാണ് നമ്മളിത് കിട്ടിയതിൽ. അപ്പം നമ്മളെ പേര് സിന്ധു നദി സംസ്കാരം. അങ്ങനെ എല്ലാം നദീതീരങ്ങളിൽ വെച്ചാണെന്നാണ് പൊതുവേ ജസ്റ്റ് അതിന് എക്സാമ്പിൾ പറഞ്ഞത് 3 സംസ്കാരം. അതായത് ഫസ്റ്റ് ഈസ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഇറ്റ് ഈസ് ദ സൈഡ് ഓഫ് ദ റിവർ, വിച്ച് റിവർ? ദെൻ നൈൽ, ദ റിവർ ഓഫ് നൈൽ.
and the Euphrates and Tigris. There is two rivers between that civilization. That name is Mesopotamian civilization. Okay, മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മളത് എന്താണ്? സിന്ധു നദി, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് നമ്മൾ ഇന്ത്യൻസിൻ്റെത്. Then the origin of development of cultures is placed on chronological span between the central India the Harappan chronological culture. അത് ഹാരപ്പൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് ടൗൺ പ്ലാനിങ് ഉണ്ട്. കൾച്ചർ സംസ്കാരം അത് എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ടൗൺ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അവിടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അവരെ റിലീജിയസ് ബിലീഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ജനറൽ ലൈഫിലെ ബിലീഫ്, സ്ക്രിപ്റ്റ്, അവരുടെ ടൗൺ പ്ലാനിങ്, ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ്, ഇതൊക്കെ അവരെന്താണ്, ഇതൊക്കെ ഫൈൻഡ് ചെയ്തിട്ടാണ് ഇവരെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഹാരപ്പൻ റിലീജിയസ് ബിലീഫ്, അവരുടെ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്തത് എങ്ങനെ? The archaeological remains show the emergence of Harappan civilization. People small villages and past there are emergence of small town and which ultimately led to full-fledged towns during the whole period of civilization. Harappan phases. അതായത് ഹാരപ്പൻ സിവിലൈസേഷനിൽ നല്ലൊരു ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിയണോ, ഇപ്പോൾ അല്ലേ നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതുന്ന എഞ്ചിനീയറിംഗ് പാസ്സാവണോ, പ്ലാനിംഗ് ഒക്കെ നടത്തി. പക്ഷേ ഇതൊന്നും ഇല്ലാതെ, പണ്ടത്തെ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ, വെറും വേദകാല, അതായത് ബ്രാഹ്മണം, അതായത് എന്തെങ്കിലും സംസ്കൃതത്തിൽ കുറച്ച് ശ്ലോകം അല്ലാതെ ഇവർ എന്തല്ല ഗ്രാജുവേഷനോ അല്ലെ MBBS അവർക്ക് എന്തില്ല, വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഇല്ലാഞ്ഞിട്ടും അന്നത്തെ കാലത്ത് കറക്റ്റായിട്ടുള്ള അടിപൊളി, അതായത് സൂപ്പർ ടൗൺ പ്ലാനിങ് ആയിരുന്നു ആർക്ക്? ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ മറന്നു പോകരുത്, ടൗൺ പ്ലാനിങ് ആരുതായിരുന്നു ഏറ്റവും ബെറ്റർ? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ടൗൺ പ്ലാനിങ് ആയിരുന്നു. ദ ഫസ്റ്റ് ഹാവ് ഗ്ലാൻസ് ഓവർ ദ ജോഗ്രഫിക്കൽ എക്സസ് ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് ദി എക്സ്കവേഷൻ റിവീൽ ദാറ്റ് ദിസ് കൾച്ചർ വാസ് സ്പ്രെഡ് ഓവർ ദ വാസ്റ്റ് ഏരിയ വിച്ച് ഇൻ ഓൺലി ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഓഫ് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. അതായത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഇന്ത്യയിൽ എവിടെയൊക്കെ വ്യാപിച്ചിരുന്നു നോക്കാം. ഹരിയാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, പാകിസ്ഥാൻ, സം ഓഫ് പാർട്ട് ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഏതൊക്കെ പ്രദേശം നമ്മൾ ഇന്ത്യൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മിസ് ഇപ്പം പറഞ്ഞ ഇത്രയും സ്ഥലത്ത് വ്യാപിച്ചിരുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ദെൻ കാളിബംഗൻ ആൻഡ് രാജസ്ഥാൻ. ഓക്കെ, മോഹൻജദാരോ ആൻഡ് സിന്ധു. കാളിബംഗൻ ഇൻ രാജസ്ഥാൻ, ലോത്തൽ ഗുജറാത്ത്, ഭാണവാലി ആൻഡ് രാജഗിരി ഹരിയാന. That is so many towns in that period. The location settlement suggests the ഹാരപ്പ, കാളിബംഗൻ. അതായത് ഹാരപ്പയിലുള്ള കാളിബംഗൻ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് കിട്ടിയത്? നമുക്ക് പ്രൂഫ് കിട്ടിയത്. ഓക്കെ, town plan, the most industrial urban before Harappan civilization and town planning, it is marked by considerable uniformity and can notice some regional variation. അതായത് ഏകത്വം, വളരെ യൂണിഫോമിറ്റിയോട് നിറഞ്ഞ്, കറക്റ്റ് കണ്ടാൽ തന്നെ കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഓരോന്നും എവിടെ വേണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതുപോലെയുള്ള ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു അത്. അതിൻ്റെ എക്സാമ്പിളാണ് ഹാരപ്പൻ ടൗൺസിൻ്റെ ആ ഒരു നിർമ്മാണം, കൺസ്ട്രക്ഷൻ ഓഫ് ഹാരപ്പൻ ടൗൺസ്. ദ സിറ്റാഡൽ, അതിൽ ടൗണിലുള്ളൊരു ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ പേരാണ് സിറ്റാഡൽ. സിറ്റാഡൽ ലാർജ് സ്ട്രക്ചർ ഓഫ് വിച്ച് മൈറ്റ് ഹാവ് ഫങ്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ് റിച്വൽ സെൻറ്റേഴ്സ്. അത് ഭരണപ്രദേശം, ഭരിക്കാനൊക്കെ, അതായത് ആ സമയത്ത് രാജഭരണമായിരുന്നിരിക്കണം, ആ സമയത്ത് രാജാക്കന്മാർക്കൊക്കെ ഇരിക്കാനും സിംഹാസനങ്ങളൊക്കെ വിട്ട സ്ഥലമാണ് സിറ്റാഡൽ. ഓക്കെ, ഓൾമോസ്റ്റ് മേജർ സിറ്റി ഹാരപ്പ, മോഹൻജദാരോ, കാളിബംഗൻ ആൻഡ് അതേഴ്സ്. ആ സമയത്തുള്ള ഹാരപ്പൻ ടൗണിനെ പോലെയുള്ള മറ്റുള്ള ടൗണിൻ്റെ പേരാണ് കാളിബംഗൻ, മോഹൻജദാരോ. ഓക്കെ, ഡിവൈഡഡ് ടു പാർട്സ്, സിറ്റാഡൽ ആൻഡ് ഹയർ മൗണ്ടൻ വെസ്റ്റേൺ സൈഡ് ആൻഡ് ദ ലോവർ ടൗൺ ഈസ്റ്റേൺ സൗണ്ട് ദ സെറ്റിൽമെൻറ്റ്. സിറ്റാഡൽ ഉയർന്ന സ്ഥലവും സിറ്റാഡൽ താഴ്ന്ന സ്ഥലവും, അതായത് ഭരണത്തിൽ ആളുകൾ ഇരിക്കുന്ന കുറച്ച് ഉയർന്ന, സമൂഹത്തിലെ കുറച്ച് ഉയർന്ന ആൾക്കാർ എവിടെ ഇരുന്നിട്ടാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സിറ്റാഡൽ. The houses common people different size in single room which in Harappan bigger structure. ഹാരപ്പൻ സ്ട്രക്ചറിൽ സാധാരണക്കാരുടെ വീടുകൾ അത്ര വലുതൊന്നല്ല, നോർമലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന വീടുകളായിരുന്നു. ലാർജ്ലി ബിൽഡ് ദ ബേൺ ബ്രിക്സ്. അതായത് ബേൺ ബ്രിക്സ്, എന്തിൻ്റെ ബ്രിക്സ്? ബേൺ, തീയിൽ ചുട്ടെടുത്ത എന്താണ് ബ്രിക്സ്, ഇഷ്ടിക അല്ലെ, തീയിൽ ചുട്ടെടുത്ത ബ്രിക്സിനെ കൊണ്ട് പണിതതായിരുന്നു അവരുടെ വീടുകൾ. ദെൻ അവിടെ ചുറ്റും കോർട്ട്യാർഡ് ഉണ്ടായിരുന്നു, വീടിന് ചുറ്റും മുറ്റം നിർമ്മിച്ചിരുന്നു. കിച്ചൺ ഉണ്ട്, പ്രൈവറ്റ് വെൽസ് ഉണ്ട്, അതായത് അവനവൻ്റെ ഓരോ കിണർ. പ്രൈവറ്റ് വെൽസ് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ വീട്ടിൽ ഓരോ കിണർ പോലുള്ള കിണർ കുഴിച്ചിരുന്നു.
These houses